Blessed be He lives in the gospel, living word of God, in this whole living union of our Lord Jesus Christ. That is read to us. Menuko sabrono sabrai furko lawal mo Mensiaya dalahadis basa mensil tagadis to Mariam Kolenden kokano khabar യേശുമന്നാനി പ്രായം മറിഞ്ഞ ശേഷം യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് നടന്നു. അവൻ ബെത്സൈദാ എന്ന് വിളിക്കപ്പെടുന്ന ഒലിവുമലയ്ക്ക് അടുത്തുള്ള ബെത്ഫഗേക്കും ബെഥിയാനയ്ക്കും അടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ ചൂണ്ടവരോട് പറഞ്ഞു, നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു കാണും. അതിന്റെ പുറത്ത് ഒരിക്കലും ഒരു കയറിയിട്ടില്ല. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. എന്തിനാണ് നിങ്ങൾ ഇതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞിരിക്കുന്ന പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ, നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ അവരോട് ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു. അതിന്മേൽ യേശുവിനെ കയറ്റി. അവർ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. സൈത്ത് പർവ്വതത്തിന്റെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെയും കുറിച്ച് സന്തോഷിച്ചാർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു തുടങ്ങി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിന് സമാധാനം, ഭക്തന് ഞങ്ങൾ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകളാർത്ത് വിളിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.
കാവലും കോട്ടയ്ക്കും ആയി തീരത്തക്കമുള്ള ബലവും ആത്മീയ പ്രചോദനവും ഈ ഓലമേൽ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നമ്മൾ സമ്മതത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ പ്രവേശനത്തിന്റെ ഈ ദിവസത്തിൽ ശോഭന വസ്ത്രങ്ങളോടും ആന്തരികമായ ശോഭയോടും നിർമ്മലമായ വിശുദ്ധ വിചാരങ്ങളോടും കൂടെ നിന്റെ ദേഹത്തിൽ പുറപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മഹത്വത്തിന്റെ കമ്പളോടുകൂടി ഞങ്ങളൊക്കെ ശുചി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ ഹോസാന. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായങ്ങളിൽ നീ ജയിക്കുകയും ചെയ്തു. എന്തെന്നാ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്തോടെ നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.